മനുഷ്യ ഭ്രാന്തനല്ലേ? ഒരു നിമിഷം നിങ്ങൾ ലോക റെക്കോർഡുകൾ തകർത്ത് മുകളിലെത്തുകയും അടുത്ത നിമിഷം നിങ്ങളുടെ മെഡലുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രശസ്തി നശിച്ചു. 2024 നമ്മൾ ഒളിമ്പിക്സിൽ ഉത്തേജകമരുന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് നടന്നത് പോലെയാണ് ഇത്. ഉത്തേജകമരുന്ന് അടിസ്ഥാനപരമായി സ്റ്റിറോയിഡുകളുടെ തട്ടിപ്പ് പോലെയാണ്. അത്ലറ്റുകൾ മയക്കുമരുന്ന് കഴിക്കുന്നു, ചിലപ്പോൾ അപകടകരമായ വലുതാകാനും വേഗത്തിലാകാനും ശക്തമാകാനും. ഇത് ഒരു വലിയ പ്രശ്നമാണ്, കാരണം ഇത് ന്യായമായ സ്പോർട്സ് കളിക്കുക എന്ന ആശയത്തെ തകർക്കുന്നു. ലോക്കർ റൂമിൽ ഇരുന്ന് ഒരാളോട് തോൽക്കാൻ മാത്രം നിങ്ങളുടെ നിതംബത്തെ പരിശീലിപ്പിക്കുന്നത് സങ്കൽപ്പിക്കുക തണുത്തതല്ല, ശരിയാണ്. പിന്നെ എങ്ങനെയാണ് ഇവരെ പിടികൂടുക? ഇത് ശരിക്കും പൂച്ചയുടെയും എലിയുടെയും കളി പോലെയാണ്. അത്ലറ്റുകൾ, നിങ്ങൾ ഒരു സാമ്പിൾ നൽകേണ്ട ക്ലാസിക് മൂത്രപരിശോധനയുണ്ട്. ഇത് നിരോധിത വസ്തുക്കളുടെ ടിങ്കർ അളവ് പോലും കണ്ടെത്താൻ കഴിയുന്നു. രക്തപരിശോധനയുണ്ട്. രോമകൂപങ്ങൾ പരിശോധിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പോലും അവർ ഇപ്പോൾ ചെയ്യുന്നു. ഇത് ദീർഘകാലത്തേക്ക് മയക്കുമരുന്ന് ഉപയോഗം സങ്കോചിക്കുകയും ഇത് നേടുകയും ചെയ്യുന്നു. തട്ടിപ്പുകാരിൽ നിന്ന് ഒരു പടി മുന്നിൽ നിൽക്കുന്നു അവർ. എപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കും. എന്നാൽ ഇവിടെ കാര്യം പിടികൂടുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. ഡോവർ ഇവർ ഡിസൈൻ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് നിരന്തര ആയുധ പരിശീലനവും രൂപവും പോലെയാണ്. എനിക്ക് ഇത് ലഭിക്കുന്നു. എന്തു വില കൊടുത്തും വിജയിക്കാൻ